അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കണ്ണീരിൽ കുതിർന്ന പ്രണയം എന്നൊരു പുതിയ ഭാഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ കഥ ഉമൈമ എന്ന രാജകുമാരിയുടെയും ആ രാജകുമാരിയെ സ്നേഹിച്ച ഒരു കൂലിപ്പണിക്കാരന്റെയും കഥയാണ്. ഈ ലോകത്ത് നമ്മൾ ധാരാളം പ്രണയങ്ങൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രണയകഥയുടെ അവസാനം ഒരിക്കലും കണ്ണീരോടെയല്ലാതെ, ഹൃദയം തേങ്ങിയിട്ടല്ലാതെ നമുക്ക് പൂർത്തിയാക്കാൻ സാധ്യമല്ല. ഇതൊരു പ്രണയകഥയായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവരെയും പ്രണയിക്കാം എന്ന് ആരും മനസ്സിലാക്കരുത്. കാരണം ഇതിൽ നായകൻ ശരിക്കും ആരെയാണ് പ്രണയിച്ചതെന്ന് നമുക്ക് അവസാനം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ കഥ അവസാന ഭാഗം വരെ കേൾക്കണമെന്ന് വിനീതമായി ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ സമയം എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ് യൂട്യൂബിലൂടെ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തുക. കഥയിലേക്ക് കടക്കുകയാണ്. ഈ കഥ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കൂടിയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കഥ നബി തങ്ങളോട് പറഞ്ഞത്, അതിന്റെ സാഹചര്യം എന്തായിരുന്നു, അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യമായി ലോകത്തിലെ ഏറ്റവും നല്ല പ്രണയ ജോഡികളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖദീജ റളിയല്ലാഹു അൻഹ എന്നീ 2 കുസുമങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. വിശുദ്ധ മക്കയിലെ കോടീശ്വരിയായ കച്ചവടക്കാരിയാണല്ലോ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി മക്കത്ത് ഒരു പരസ്യം നടത്തി, തന്റെ കച്ചവട സംഘത്തിന് ഒരു വിശ്വസ്തനായ നേതാവിനെ വേണമെന്ന്. ആ പരസ്യത്തിന്റെ പ്രതിഫലമെന്ന വണ്ണം മഹദിയുടെ വീട്ടിലേക്ക് പലരും കടന്നു വന്നു. ഖദീജ ബീവിക്ക് അവരെയൊന്നും അത്രയ്ക്ക് പിടിച്ചില്ല. കാരണം സത്യസന്ധരായവർക്കാണല്ലോ ബീവി മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ പരസ്യം അറിഞ്ഞ് മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ കൂടെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീവി ഒരിക്കലും കരുതിയിരുന്നില്ല റസൂലുള്ളാഹി തങ്ങളുടെ വരവ് ഈ പരസ്യം കണ്ടിട്ടാണെന്ന്. മറ്റെന്തോ ആവശ്യത്തിനാണ് വന്നതെന്ന് കരുതിയ ബീവിയുടെ മുന്നിൽ അബൂ ത്വാലിബ് കാര്യം അവതരിപ്പിച്ചു. ഖദീജ, നിന്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഒരു സത്യസന്ധനായ വ്യക്തിയെയാണ് ആവശ്യമെങ്കിൽ എന്റെ അൽ അമീനായ ഈ മകനെ കവച്ചുവെക്കാൻ ഈ മക്കത്ത് മറ്റാരാണുള്ളത് ഖദീജ? അതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് പിന്നിലായ എന്റെ കുടുംബത്തിന് അത്താണിയാകും. എന്റെ മുഹമ്മദിന് ജോലി കിട്ടിയാൽ എന്ന് അബൂ ത്വാലിബ് പറഞ്ഞപ്പോൾ നിനച്ചിരിക്കാതെ മഹാഭാഗ്യത്തിന് തിരശീല ഉയർത്തുകയാണ് മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വാതിലിന്റെ മറവ് പറ്റി ബീവി പറഞ്ഞു, സത്യസന്ധതയ്ക്ക് തന്നെയാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ മുഹമ്മദ് വന്നാൽ അത്രയും സന്തോഷമാണ് എനിക്ക്. അബൂ ത്വാലിബ് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങി. ബീവി പറഞ്ഞ ആ ദിവസം കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ കച്ചവട സംഘത്തിന്റെ നേതാവായി തങ്ങളെ ബീവി നിയമിച്ചു. ഒരുപാട് വിലമതിക്കുന്ന ആ കച്ചവട സാധനങ്ങൾ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു. കച്ചവട സാധനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറിയയിലേക്ക് യാത്ര തിരിച്ചു. കൂടെ മൈസറ എന്ന അടിമ സ്ത്രീയെയും അയച്ചു. യാത്രയിൽ മൈസറ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതൊന്നൊരത്ഭുതം, മേഘക്കീറുകൾ ഇദ്ദേഹത്തിന് തണൽ വിരിക്കുന്നു. ഈ അൽ അമീന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. മൈസറ മനസ്സിൽ കരുതി. വഴിയിൽ കാണുന്ന പാതിരിമാരെല്ലാം, പുരോഹിതന്മാരെല്ലാം ചോദിച്ചു, ഇതാരാണ്, ഇതാരാണ്? ഇത് അവസാനത്തെ പ്രവാചകനല്ലേ, വരാനിരിക്കുന്ന നബിയല്ലേ? സിറിയയിൽ ചെന്നപ്പോൾ കച്ചവടം പൊടിപൊടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവട സാധനങ്ങളുടെ ന്യൂനതകളും ഗുണങ്ങളും എടുത്തു പറഞ്ഞു. എന്നത്തെക്കാളും വലിയ ലാഭവുമായാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മടങ്ങിയത്. മടങ്ങി വരുന്നത് ദൂരെ തന്റെ വീടിന്റെ മട്ടുപ്പാവിലിരുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. അപ്പോഴാണ് ബീവി അത്ഭുതകരമായ ആ കാഴ്ച കണ്ടത്. എന്തായിരുന്നു ആ കാഴ്ച?
തന്റെ വീടിന്റെ മട്ടുപ്പാവിലിരിക്കുമ്പോഴാണ് ഖദീജ ബീവി അത്ഭുതകരമായ ആ കാഴ്ച കണ്ടത്. കച്ചവടം കഴിഞ്ഞു വരുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു മേഘക്കീർ തണലേകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവിയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു തിരിച്ചുപോയി. ശേഷം ഖദീജ ബീവി മൈസറയെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മൈസറ നടന്ന അത്ഭുത സംഭവങ്ങളെല്ലാം വിവരിച്ചു. 2 വിവാഹങ്ങൾക്ക് ശേഷം അതുവരെ മറ്റൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ബീവിയുടെ കൽബിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മുട്ടിട്ടു. നമ്മുടെ യഥാർത്ഥ കഥയുടെ മണിച്ചെപ്പിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിശാലമായ ജീവിത ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മൈസറയെ കല്യാണാലോചനയുമായി അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അബൂ ത്വാലിബ് കാര്യങ്ങൾ കേട്ടറിഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികത്തേക്ക് വിളിച്ചു പറഞ്ഞു, മോനെ, നിന്റെ കച്ചവടത്തിന്റെ ഉടമസ്ഥയായ ഖദീജ എന്റെ മുന്നിലേക്ക് ഒരു കാര്യം ഇട്ടു തന്നിരിക്കുന്നു. ലോകഗുരു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യം കേട്ട ശേഷം നാണം കൊണ്ട് മുഖം താഴ്ത്തി മൗനമായി നിന്നു. ചരിത്രം പറയുന്നു, രണ്ടാമതും അബൂ ത്വാലിബ് ചോദ്യം ആവർത്തിച്ചു. 25 വയസ്സു മാത്രം പ്രായമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണം കൊണ്ട് പിതൃവ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അബൂ താലിബ് മൈസറയെ വിളിച്ചു പറഞ്ഞു, എന്റെ മോന് സമ്മതമാണെന്ന് ഖദീജയെ അറിയിച്ചുകൊള്ളൂ. മൈസറ ഖദീജ ബീവിയെ വിവരമറിയിച്ചു. ഖദീജ ബീവി കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് ഖുവൈലിദ് എതിർപ്പുമായി വന്നു. മോളെ, എത്രയോ പ്രഭുക്കന്മാരും കോടീശ്വരന്മാരും കല്യാണാലോചനയുമായി വന്നതെല്ലാം നീ മുടക്കി. എന്നിട്ട് ദരിദ്രനിൽ ദരിദ്രനായ മുഹമ്മദിനെയാണോ നിനക്ക് കിട്ടിയത്? തന്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി പിതാവ് വന്നപ്പോൾ ബീവി പറഞ്ഞ മറുപടിയുണ്ട് ചരിത്രത്തിൽ. ഖുറൈശി ഗോത്രത്തോട് കിടപിടിക്കാൻ ഇന്ന് മറ്റേത് ഗോത്രമാണ് വാപ്പ ഈ ലോകത്തുള്ളത്? സമ്പത്താണെങ്കിൽ എന്റെ അടുത്ത് ഇഷ്ടം പോലെയുണ്ടല്ലോ. സമ്പത്ത് ഞാൻ മാനദണ്ഡമാക്കുന്നില്ല. മറിച്ച് ഉന്നത കുലജാതനായ ഒരാൾ എനിക്ക് ഭർത്താവായി വേണം. അതാണ് എന്റെ ആഗ്രഹം. ഒടുവിൽ ഖുവൈലിദ് സമ്മതിച്ചു. കല്യാണം നടന്നു. മക്കയിലെ ജനങ്ങൾ ഈ കല്യാണത്തെ കുറിച്ച് പലതും പറഞ്ഞു ചിരിച്ചു. ഇതറിഞ്ഞ ഖദീജ ബീവി മക്കയിലെ എല്ലാ ജനങ്ങളെയും ഒരു വിരുന്നിന് വിളിച്ചു. എന്നിട്ട് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, നിങ്ങളിൽ പലർക്കും എന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്ന് സംശയമുണ്ടാവും. എന്നാൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ ഭർത്താവിന് തീരെഴുതി കൊടുക്കുകയാണ്. ഇന്നു മുതൽ എന്റെ ഭർത്താവാണ് സമ്പന്നൻ, ഈ ഖദീജ ദരിദ്രയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഖദീജ ബീവിയെ കല്യാണം കഴിപ്പിച്ചതിൽ അള്ളാഹുവിന് യുക്തിപൂർവമായ 2 തീരുമാനമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്നാമതായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിൽ നിന്നും ഒരു മാതൃസ്നേഹം കിട്ടിയെന്നതാണ്. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ചു പനിച്ചു വന്നപ്പോൾ സമ്മിലൂനി യാ ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടന്റെ ഖദീജ എന്ന് പറഞ്ഞിട്ട് ബീവിയുടെ വീട്ടിലേക്കാണ് വന്നത്. മറ്റൊന്ന് സമ്പത്തായിരുന്നു. ദീൻ വളരണമെങ്കിൽ സമ്പത്ത് വേണം. അള്ളാഹുവിന്റെ പ്രവാചകന് ദീനിനെ വളർത്താൻ, സമ്പത്ത് ഉപകരിക്കാൻ ഖദീജ റളിയല്ലാഹു അൻഹായുമായുള്ള വിവാഹത്തിലൂടെ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെയെല്ലാം തന്റെ ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച ഖദീജ ബീവി ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകനെയും മറ്റെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും യാത്രയായി. റസൂലിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. എപ്പോഴും താങ്ങും തണലുമായ പ്രിയപത്നിയുടെ വേർപാട് ഒരുപാട് പ്രവാചകനെ വേദനിപ്പിച്ചു. ബീവിയുടെ വഫാത്തിന്റെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഹീന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബ, ദീൻ വളരണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് ദീനിന് നൽകണം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. സ്വഹാബത്തിന്റെ മുഖത്തിൽ നിന്ന് കണ്ണെടുത്ത് പിന്നെ നിലത്തേക്ക് നോക്കി നിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് സഹാത്ഭുതം നോക്കി നിന്നു സഹാബത്ത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയ സഹാബത്ത് ഞെട്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്ത് വളരെ വേദനയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങേക്ക് എന്താണ് പറ്റിയത്? അങ്ങെന്തിനാണ് കരയുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, ദീനിന് സമ്പത്ത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഖദീജയെ ഓർത്തു പോയതാണ്. ഒരുപാട് സമ്പന്നയായിരുന്നു എന്റെ ഖദീജ. പക്ഷേ എല്ലാം ഈ വിശുദ്ധ മതത്തിന് സമർപ്പിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവൾ നേരാവണ്ണം ധരിക്കാൻ ഒരു കഫം പുടവ പോലുമില്ലാതെ തുന്നിക്കൂട്ടിയ ഒരു കഫം പുടവ ഉപയോഗിച്ചാണ് ഞാൻ കൊണ്ടുപോയി ഖബറടക്കിയത് സ്വഹാബ. മുത്തു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ നീറുന്നത് സ്വഹാബത്തിന്റെ കൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദനയ്ക്ക് മുന്നിൽ മറുപടിയൊന്നും പറയാൻ വയ്യാതെ പകച്ചു നിന്നുപോയി അവർ. ഞാൻ കരഞ്ഞാൽ എന്റെ സ്വഹാബത്തും കരയുമെന്ന് കൃത്യമായി അറിയുന്ന റസൂലുള്ളാ പറഞ്ഞു, സ്വഹാബ, കണ്ടില്ലേ എന്റെ വേദന, മനസ്സിലാക്കില്ല എന്റെ ദുഃഖം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്റെ വേദന മറക്കാൻ, എന്റെ വിഷമം പോകാൻ നിങ്ങൾ എനിക്കൊരു മരുന്ന് തരണം. അവർ ചോദിച്ചു, വേദനയ്ക്ക് മരുന്നോ? അതെ, മരുന്നെന്റെ ശരീരത്തിനല്ല, എന്റെ ഹൃദയത്തിനാണ് വേണ്ടത്. എന്റെ വേദന മറക്കാൻ ആരാണ് എനിക്കൊരു കഥ പറഞ്ഞു തരിക? സ്വഹാബത്ത് മുഖത്തോട് മുഖം നോക്കി. ആരും കഥ പറയുന്നില്ല. എന്ത് കഥ പറയും? ആരോട് പറയും? പ്രപഞ്ചത്തിന്റെ സത്യങ്ങളും മിഥ്യങ്ങളും രഹസ്യങ്ങളും എല്ലാം അറിയുന്ന റസൂലിനോട് എന്ത് കഥ പറയും? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഇബ്നു ഖുഹാഫ, തങ്ങൾ ഒരു കഥ പറയുമോ അബൂബക്കറെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വേദനയോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കെന്ത് കഥയാണ് അറിയുക? എന്റെ എല്ലാ കഥകളും നിങ്ങളാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കൊരു കഥയുമില്ല റസൂലേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു തല താഴ്ത്തിയിരുന്നു. അത് കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂബക്കർ കഥ പറഞ്ഞില്ലെങ്കിൽ എന്ത് നബിയെ? കഥ പറയാൻ അറിയുന്ന മറ്റൊരാളുണ്ടല്ലോ ഈ സദസ്സിൽ. അത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയുയർത്തി ചോദിച്ചു, ആരാണ് ഇബ്നു ഖുഹാഫ? അത് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.